കളത്തിന് പുറത്ത് ബ്രസീലിയൻ താരങ്ങൾ നടത്തിയ വെല്ലുവിളിക്ക് കളത്തിൽ മറുപടി പറഞ്ഞ അർജന്റീന. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെ അർജന്റീന നാണം കെടുത്തി. ബ്രസീലിനെ 1-നെതിരെ 4 ഗോളുകൾക്കാണ് അർജന്റീന തകർത്തത്. ബദ്ധവരികൾക്കെതിരായ ഈ വിജയത്തോടെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 2026 ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീമായി അർജന്റീന മാറി. മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ അർജന്റീനയുടെ ആധിപത്യത്തോടെയാണ് കളി തുടങ്ങിയത്. മത്സരത്തിൽ 15 മിനിറ്റിനിടെ 2 ഗോളുകൾക്ക് അർജന്റീന മുന്നിലെത്തി. 4-ാം മിനിറ്റിൽ ജൂലിയൻ അൽവാരസ് അർജന്റീനയുടെ ആദ്യ ഗോൾ നേടി. 12-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ലീഡ് ഇരട്ടിയാക്കി. 26-ാം മിനിറ്റിൽ ബ്രസീൽ ഒരു ഗോൾ മടക്കി. അതും അർജന്റീനയുടെ താരമായിരുന്നു. കുട്ടി റൊമേറോയുടെ മിസ്റ്റേക്കിൽ നിന്ന് കുഞ്ഞ ബ്രസീലിനായി ഒരു ഗോൾ മടക്കി. ഈ ഗോളോടെ ബ്രസീൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും 37-ാം മിനിറ്റിൽ എൻസോയുടെ മികച്ചൊരു അസിസ്റ്റിൽ മക്കലിസ്റ്റർ അർജന്റീനയുടെ 3-ാം ഗോളും നേടി. ആദ്യ പകുതിയിൽ അർജന്റീന 3-1 മുന്നിൽ. രണ്ടാം പകുതിയിലും ബ്രസീൽ അർജന്റീനയ്ക്ക് മുന്നിൽ കാഴ്ചക്കാരായി. 71-ാം മിനിറ്റിൽ ടഗ്ലിയാഫിക്കോയുടെ അസിസ്റ്റിൽ പകരക്കാരനായി എത്തിയ ജിയൂലിയാനോ സിമിയോണിയുടെ മികച്ച ഫിനിഷിംഗ് അർജന്റീനയുടെ 4-ാം ഗോളായി മാറി. തുടർന്ന് പരഡസിന്റെ ഒരു ഗോൾ ശ്രമം ബ്രസീൽ കീപ്പർ ബെൻഡോ മികച്ച രീതിയിൽ സേവ് ചെയ്തു. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാലും അർജന്റീനയുടെ ആധിപത്യം കാണാം. 56% ബോൾ പൊസിഷനോടെ അർജന്റീന മുന്നിൽ. 12 ഷോട്ടുകളാണ് അർജന്റീന ആകെ തൊടുത്തത്. 7 ഷോട്ട് ഓൺ ടാർഗറ്റ്. 527 പാസുകൾ 90% കൃത്യതയോടെ അർജന്റീന പൂർത്തിയാക്കി. അതേസമയം ബ്രസീലിന് ആകെ മത്സരത്തിൽ 3 ഷോട്ടുകൾ മാത്രമാണ് തൊടുക്കാനായത്. അതിൽ 1 മാത്രം ഓൺ ടാർഗറ്റ്. 425 പാസുകൾ 87% കൃത്യതയോടെ ബ്രസീൽ പൂർത്തിയാക്കി. ഇരു ടീമുകളിലെയും 5 താരങ്ങൾ വീതം മഞ്ഞക്കാർഡ് കണ്ടു. അർജന്റീന മത്സരത്തിൽ 19 ഫൗളുകൾ വിജയിച്ചപ്പോൾ ബ്രസീൽ 12 ഫൗളുകളാണ് വിജയിച്ചത്. ഈ വിജയത്തോടെ അർജന്റീന ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ 14 മത്സരങ്ങളിൽ നിന്ന് 31 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. ബ്രസീൽ 14 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റുമായി 4-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.